നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കരുതലിൻ്റെ ദൈവം, കരുതലുള്ള ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യ കരുതലിന് പരിമിതികളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനത്തിന് പരിധികളില്ല. കാരണം അവൻ നമ്മുടെ ഭാവി നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാകുന്നു. മത്തായി 23-ാം അധ്യായം 37-ാം വാക്യം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, കോഴിക്കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന തള്ളക്കോഴിയെ പോലെയാകുന്നു നമ്മെപ്പറ്റി ദൈവത്തിൻ്റെ കരുതലെന്ന്. അവൻ്റെ സംരക്ഷണത്തിന് കീഴിലായിരുന്നാൽ കഷ്ടതയിൽ പോലും അവൻ നിങ്ങളെ സംരക്ഷിക്കും. ഒരിക്കലും ആരുടെയും ഭയം നിറഞ്ഞ സഹതാപത്തിൽ ചേരരുത്. ദൈവത്തിൻ്റെ കരുതലിൽ ഉറച്ചു നിൽക്കുക. ഭയം നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ വിശ്വാസം നിങ്ങളുടെ പരിചയമായിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിലുള്ള നിങ്ങളുടെ ഉടമ്പടിയിൽ നിന്നാണ് അവൻ്റെ കരുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഉടമ്പടിയിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ക്ഷമയും അർഹതയില്ലാത്ത വിളികളും പദവികളും ലഭിക്കും. യിരെമ്യാ 33-ാം അധ്യായം 21-ാം വാക്യത്തിൽ, നിങ്ങൾ അവൻ്റെ വേലക്കാരനും ഒരു രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗവും ഒരു ശുശ്രൂഷകനും എന്നീ നിലകളിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നു. ദൈവകൃപയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ പദവി വിനിയോഗിക്കുക. അങ്ങനെ അവൻ്റെ പരിപാലനം മറ്റുള്ളവരിൽ എത്തുവാൻ കഴിയും. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത് പോലെ, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അതേ എന്നും ആമേൻ എന്നും അത്രേ. തന്മൂലം നമ്മിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനിടയാകും. നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ സേവിക്കുക. ദൈവം തൻ്റെ വചനത്തെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരീകരിക്കും. ദൈവത്തിൻ്റെ ഉടമ്പടി കാരണം അവൻ്റെ പരിപാലനം സ്ഥിരമാണ്. നിങ്ങൾ കർത്താവുമായുള്ള ഉടമ്പടിയിൽ നടക്കുന്നിടത്തോളം കാലം ക്രിസ്തു തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി മടങ്ങി വരുമ്പോൾ നിങ്ങൾ നിശ്ചയമായും ഉയർത്തെഴുന്നേൽക്കും. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഭയക്കരുത്. കരുതുന്ന ദൈവം നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.